അപ്പോൾ ചെറിയൊരു കൂരയാണെങ്കിലും ഇതാ ചാണകം മെഴുകിയതാണെങ്കിലും അതിലൊരു സമാധാനം ഉണ്ടെങ്കിൽ ഈ ഒരു കൊല്ലം നല്ല ജീവിതകാലം മുഴുവൻ ഇതാക്കുന്ന സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റൂലേ. അപ്പോൾ എല്ലാവർക്കും ഇതാ വലിയൊരു ഹാപ്പി ന്യൂ ഇയർ ഉണ്ട്. ഈ ഒരു കൊല്ലം നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ അങ്ങോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇതാക്കണ എന്നും ഞാൻ പറയുന്ന പോലെ തന്നെ തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത്. കാരണം അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആട്ടോ. അതങ്ങോട്ട് മാറ്റിയാൽ ചിലപ്പോൾ നമുക്ക് ചിലപ്പം പറയാനും കൂടി ഒന്നും കിട്ടൂല എന്നുള്ളൊരു അവസ്ഥയായി കാരണം. അതുകൊണ്ട് ഹൈ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ല, തട്ടിമുട്ടിയൊക്കെ തന്നെ പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാക്കുന്ന ചൂടപ്പം പോലത്തെ വീഡിയോ ആണ്. ഇന്ന് രാവിലെയൊക്കെ കഴിഞ്ഞ് മക്കളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവരൊക്കെ സ്കൂളൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങണത് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇതാക്കണം, നമ്മൾക്ക് Q&A ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ ദാ വെൽക്കം ടു ഹോം. അപ്പോൾ നമ്മളെ വീട് കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ നല്ല ഉഷാറായിട്ട് നമ്മൾ ചെറിയൊരു വീടാണ് കേട്ടോ. ചെറിയൊരു വീടാണെങ്കിലും ഇതിൽ ഞാൻ പറഞ്ഞില്ലേ സമാധാനം സന്തോഷം ഉണ്ടെങ്കിൽ തന്നെ അവിടെ നിൽക്കാനൊരു സുഖം ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളെ കൊച്ചു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ ഫ്രണ്ടിലിരുന്ന് വർത്താനം പറയാത്ത എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയുമ്പോൾ അതാക്കണം വലിയതായിട്ട് ഒന്നും പറയാൻ കിട്ടൂല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വോയിസ് ഓവറായിട്ട് എപ്പോഴും കൊണ്ടുവരുന്നത്. ഇതാവുമ്പോൾ ഇങ്ങനെ നോൺ സ്റ്റോപ്പില്ലാതെ ബളബളാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാം. എനിക്ക് അങ്ങനെ പറയാതാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. അല്ലാതെ നിങ്ങളുടെ മുഖത്തോട് മുഖം നോക്കി ഫേസ് ടു ഫേസ് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വന്നത്. അപ്പോൾ സംഗതി ഏതായാലും നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ, ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കുട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ അല്ലേ. സംഗതി ഒന്നാമത്തെ ഒരു മടിയാണ്, ഇങ്ങനെ ക്യാമറനെ നോക്കി ഇങ്ങനെ സംസാരിക്കാൻ പൊതുവേ ഒരു മടിയില്ല കാര്യത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ തിരക്കടില്ലല്ലോ നമുക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തുടങ്ങിയാലെന്ന് ഞാൻ ഉഷാറായിട്ട് എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് നല്ല ഉഷാറായിട്ട് ഇങ്ങനെ നിന്നോളിട്ടോ. അപ്പോൾ സൂക്കടും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ നിന്നോളി. മനുഷ്യരല്ലേ, ഒരു ജീവനുള്ള ശരീരമാണെങ്കിൽ സൂക്കടും കാര്യങ്ങളും സന്തോഷം സങ്കടം അങ്ങനെ എല്ലാവിധ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ അതിൻ്റെ വൈക്ക് അത് അങ്ങനെ നടന്നോളൂ. നമ്മളെ വൈക്ക് അങ്ങനെ നടക്കട്ടെ. വരാനുള്ളത് എങ്ങനെയായാലും ഓട്ടോറിക്ഷ പിടിച്ചാണെങ്കിൽ നമ്മൾ ആ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ട് തന്നെ അതിനെങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട, അത് വരുമ്പോൾ വന്നോട്ടേ ജയിച്ചാണ്ട് അങ്ങനെ താത്തുന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കണ പണിയിൽ നമ്മളിങ്ങനെ സന്തോഷം കണ്ടെത്തുക. നമുക്ക് സന്തോഷം എവിടെയുണ്ട് അവിടേക്ക് പറഞ്ഞു തരില്ലല്ല, പക്ഷെ നമ്മൾ നിൽക്കണ ഇടം അത് സന്തോഷകരമാക്കുക. എങ്ങനെ ഈ ഒരു ദിവസം എങ്ങനെ നന്നാക്കാം നമ്മൾ ആലോചിച്ചുകൊണ്ട് നിൽക്കട്ടെ. നാളെ അല്ലേ, അത് നാളെ ചെയ്താൽ മതിയല്ലോ എന്നല്ല ആലോചിക്കണ്ടേ. ഇന്നെങ്ങനെ സന്തോഷത്തോടെ നിൽക്കാം, നമ്മളൊരു മനസ്സിന് സന്തോഷം ഉണ്ടാകണേ. എന്തെല്ലാം കാര്യങ്ങളുണ്ടല്ലേ നമ്മൾ പൂർത്തിയാക്കാത്ത തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കൊല്ലത്തിൽ തന്നെ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇൻ്റെത് എന്നല്ല എല്ലാവരും. അപ്പം അങ്ങനെ പഠിക്കാനുള്ളവർക്കാണെങ്കിൽ അങ്ങനെ പഠിക്കാൻ തീരുമാനം എടുക്കാം കേട്ടോ. ഓരോരോ തീരുമാനം ഈ ഒരു ഫസ്റ്റ് കൊല്ലം 1-ാം തീയതി ഒക്കെ ആകുമ്പോൾ ജനുവരി 1-ാം തീയതി ഒക്കെ ആകുമ്പോൾ ഒരു എന്താ പറയുക 31-ാം തീയതി നമ്മൾ തുടങ്ങൂല ഇന്ന തീരുമാനങ്ങൾ എടുക്കണം, കാര്യങ്ങൾ നടത്തണം, അതാണ് ഇതാണെന്നൊക്കെ. അപ്പോൾ തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്ത് തീർക്കാൻ കഴിയുമോയെന്നും കൂടി നോക്കണം കേട്ടോ. ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം തീരുമാനം എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അത് പൊട്ടിപ്പാളീസായി എന്ന് പറയാൻ വക ഉണ്ടാക്കണ്ടല്ലോ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ തന്നെ കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു മാസത്തിൽ ഉഷാറായിട്ട് ഇങ്ങനെ പോകും. ആ ഒരു തീരുമാനങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടാണ് പോകും. ഒരു 31-ാം തീയതി വരെ അല്ലെങ്കിൽ 30-ാം തീയതി വരെ അടിപൊളിയായിട്ട് ആ ഒരു തീരുമാനത്തെ കൂടെ തന്നെ ഇക്കാരം പോകലുണ്ടാകുക. പിന്നെ ഒരു ഫെബ്രുവരി ആകുമ്പോൾ പിന്നെ ആ ഒരു തീരുമാനം കുറച്ച് കുറഞ്ഞ്, പിന്നെ മാർച്ച് ആകുമ്പോൾ ഇത്തിരിയും കൂടി കുറഞ്ഞ്, ജൂൺ അങ്ങനെ ആകുമ്പോൾ പിന്നെ ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആകുമ്പോഴത്തേന് തീരുമാനങ്ങളേ ഇല്ലാത്തൊരു അവസ്ഥയാണ് കണ്ടുവരല് കേട്ടോ. അങ്ങനെയാണ് ഞാൻ എങ്ങനെ തീരുമാനം എടുത്താലും അതങ്ങനെ വരലില്ല. പക്ഷെ നമുക്ക് അത് ആക്കണം എന്ന് ഒരു ഉറപ്പിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ഉണ്ടാവും കേട്ടോ. അതൊരു ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ അതാ നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം വേണം കേട്ടോ. ഇന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെയാണ് ആ ഒരു തീരുമാനത്തിലൊക്കെ 100% നമുക്ക് കരാർ എഴുതിയിട്ട് ഒപ്പിടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെ എൻ്റെ കുട്ടിയെ ഈ പറഞ്ഞു പോകുന്നത് നികർപ്പങ്ങൾ ചിന്തിച്ച് കൂട്ടുണ്ടാവില്ല. ഇന്നിപ്പോൾ എന്തൊക്കെയോ ഒരു വാദ കയറിയ മട്ടാണ് ഈ ഒരു വർത്താനം പറയുന്നത്. Q&A എന്ന് പറഞ്ഞിട്ട് എന്താ ഇതൊക്കെ പറയാത്തത് നികർപ്പം നിങ്ങൾ ചിന്തിക്കണില്ലേ. അപ്പോൾ അമ്മക്ക് ഇങ്ങോട്ട് തുടങ്ങിയാലോ. നമ്മളിന്ന് ചിക്കൻ കറിയാണ് കേട്ടോ. അത് വെക്കാനുള്ള പരിപാടിയിലാണ് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത്തിരി ചിക്കൻ വാങ്ങിയിരുന്നു. മക്കളൊക്കെ സ്കൂൾക്ക് പോയതല്ലോ, ഓല് വരുമ്പോൾ സർപ്രൈസ് ആയിക്കണം. ചിക്കൻ കറിയും ചോറ് അങ്ങോട്ട് മുന്നിൽ വെച്ചെടുത്താൽ ഓൾക്ക് സന്തോഷമായിക്കോട്ടെ. ഓരോ സന്തോഷമാണ് നമ്മളെ സന്തോഷം. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ സന്തോഷമുണ്ട്. അതെങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ ഇതാക്കണ ഉള്ളി കാര്യങ്ങളൊക്കെ നന്നാക്കട്ടെ, അതവിടെ വെക്കട്ടെ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് അങ്ങോട്ട് വരല്ലേ. കാര്യത്തിലേക്ക് വരാറുണ്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. ഫസ്റ്റ് ഇതാണ് കുറേ ആൾക്കാർ നമുക്ക് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2-3-4 പേര് ഞാൻ വായിക്കുക. സിബി ഉണ്ട്, അതേപോലെ തന്നെ മിനി KR, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഷിബ വാസു, അങ്ങനെ ഒരുപാട് സുമി, അങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്ക് ഇതാക്കണം വിശ്വാസം അറിയിച്ചാണ് ഇതാക്കണം കമൻറ്റ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.
അപ്പം ഇതാക്കണേ പിന്നെ ഇതാക്കണ ആരാ ചോദിച്ചിട്ടില്ലേ, സിനു ഷാസി അങ്ങനെ 2 കുട്ടികളാട്ടോ. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും സുഖമാണ്, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇതാക്കണ ഞാൻ പറയില്ലേ ഒരു കുഴപ്പമൊന്നുമില്ല നമുക്ക്. അപ്പോൾ സിനുവിനും ഷാസിക്കും വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാക്കണേ നുഷൈബ ലത്തീഫ് കേട്ടോ. നുഷൈബ ലത്തീഫ് പറയുന്നുണ്ട് അമ്മമാരൊക്കെ കൂട്ടിയൊരു ട്രിപ്പ് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കയ്യൊന്ന് നോക്കട്ടെ, നമുക്ക് ട്രിപ്പൊക്കെ പോകണം, കുറച്ചും കൂടി നമുക്ക് യൂട്യൂബിൻ്റെ ഒരു സ്വന്തം പൈസ എന്ന് പറയുന്നത് ഇപ്പോൾ യൂട്യൂബ് മണിയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു കൂട്ടിയൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്. ആ കൈയാണെങ്കിൽ നമുക്ക് അമ്മമാരൊക്കെ കൂട്ടിയിട്ട് ഒരു ട്രിപ്പൊക്കെ ഒന്ന് പോകണം എന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് കുറേ മുന്നേ ആയി തുടങ്ങിയിരിക്കണ ഒരു കോഴിക്കോട് ഒരു കടലൊക്കെ കാണാൻ ഈ 2 അമ്മമാരെയൊക്കെ കൂട്ടിയാണ്ട് പോകണം നല്ല മനസ്സിൽ എന്നോ കാലം കയറിക്കൂടിയ ഒരു ആഗ്രഹമാണ്. ഇതുവരെ നടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഈ ഒരു കൊല്ലത്തിലെങ്കിലും നടത്താനും നോക്കണം എന്നൊരു ചിന്താഗതി ഇപ്പം വന്നിട്ട് ഈ ഒരു മെസ്സേജ് വായിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നിക്കണ്. അപ്പോൾ ഏതായാലും ഞാൻ നോക്കാം, അങ്ങനെ അമ്മമാരൊക്കെ കൊണ്ട് ട്രിപ്പ് പോകാൻ കഴിയാന്ന് നോക്കട്ടെ. അപ്പോൾ കഴിയാത്ത പരിപാടികളായിട്ട് ഒന്നും ഇല്ലയെന്നറിയാം, എന്നാലും ഞാൻ നോക്കട്ടെ. അമ്മമാരാ ഒരു ഇതൊക്കെ നോക്കണമല്ലേ നമുക്ക്. പിന്നെ ഇതാക്കണം മിനി കെയർ വീഡിയോ സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ താങ്ക് യു. അപ്പോൾ വീഡിയോ സൂപ്പറായിട്ടുണ്ട്, കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സജിതക്കാണ് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ കുറേ ചോദ്യങ്ങളില്ല, 1-2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എത്ര വരെ പഠിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര വരെ പഠിച്ചു എന്ന് ചോദിച്ചാൽ അത് കുറേ പറയാനുണ്ട് കേട്ടോ, എത്ര വരെ പഠിച്ചു എന്നുള്ളത്. അപ്പോൾ എന്താ ഇപ്പോൾ എല്ലാവരും പഠിക്കുന്ന അത്ര തന്നെ ലജ്ജും പഠിച്ചത് നയിക്കാൻ ആ ഒരു ചോദ്യം ചോദിച്ച ആളല്ലേ ചോദിക്കുന്നുണ്ടാകുക വിചാരിക്കുന്നുണ്ടാകുക. അപ്പോൾ ഞാൻ പഠിച്ചത് ഞാനതൊരു 9ാം ക്ലാസ്സിൽ നിന്ന് നമ്മളെ കെട്ടിച്ച് കൊണ്ടുവന്ന കേട്ടോ. അങ്ങനെ 9ാം ക്ലാസ്സോട് കൂടി നമ്മളെ പഠനം അവിടെ അങ്ങോട്ട് അവസാനിക്കുകയാണ് കേട്ടോ മക്കളെ. അവിടെ അങ്ങോട്ട് അവസാനിച്ച് പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇതാകണ് കുടുംബം, കുട്ടികൾ, പെര, കുടി, കുടുംബം, കച്ചറ പിച്ചറ പോര് അതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി. അപ്പം പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും ചിന്തിച്ചേ ഇല്ല കേട്ടോ. മടി തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ, ഭയങ്കര മടിയുള്ള കാര്യമായിരുന്നു. എവിടെയെങ്കിലും ഒരു പഞ്ചായത്തിലോ അല്ലാതെ വേറെ ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ എത്ര വരെ പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 9 വരെ എന്ന് പറയുമ്പോൾ പെരും മടിയുള്ള കൂട്ടത്തിൽ തന്നെയാണ് കേട്ടോ. എൻ്റെ കാര്യം ഞാൻ പറയാമല്ലോ, ഭയങ്കരമായിട്ട് മടിയുള്ള കാര്യം. ഞാൻ എവിടെ അങ്ങനെ നമ്മൾ എത്ര വരെ പഠിച്ചു ചോദിക്കുമ്പോൾ ആ ഒരു കാലത്തൊന്നും ഞാൻ അങ്ങനെ പറയൽ തന്നെയില്ലേ, ഇത്ര വരെ പഠിച്ചു എന്നില്ല ഞാൻ പറയാമല്ലോ. മടിയോട് ഞാൻ അങ്ങനെ പറയലും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എന്താ കുട്ടികളൊക്കെ ആയി, പ്രസവമൊക്കെ നിർത്തി, പരിപാടികളൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്കൂൾ പോയി കഴിഞ്ഞേരെയാണ് പിന്നെ നമുക്കൊരു പൂതി വന്നിട്ട് എന്താ ഒരു 10ഉം കൂടി പഠിച്ചാൽ മതിയെന്നു എന്നുള്ളൊരു ചിന്ത മനസ്സിൽ ഭയങ്കര ഇടങ്ങേറുള്ളൊരു കാര്യം തന്നെയെന്ന് കേട്ടാവും. നമ്മൾ 10ാം ക്ലാസ് പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു ഇടങ്ങേറ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഇടങ്ങേറ് ഇത് 2 ആൾക്കാരോട് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഒന്ന് നമ്മളെ പുതിയാപ്പളിനോട് പറഞ്ഞു, പിന്നെ നമ്മളെ വലിയ അമ്മോൻ്റെ മകളുണ്ട്, സുധി ശ്ലോഗ് എന്നാണ് പേര്. സുധി ശ്ലോഗ് എന്നല്ല പേര്, അതിൻ്റെ ചാനലിൻ്റെ പേരാട്ടോ അത്. പിന്നെ സുധ ചേച്ചിനോടാണ് പറഞ്ഞത്, നമ്മളെ നാത്തൂനാണ് കേട്ടോ. അപ്പോൾ നാത്തൂനോടാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ചേച്ചിക്ക് പിന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ്. എൻ്റെ എല്ലാ കാര്യത്തിലും ചേച്ചിനോട് പറഞ്ഞിട്ടുള്ളൂ ബാക്കി കാര്യം. പിന്നെ എൻ്റെ പുതിയാപ്പളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചേച്ചിനോടാണ് എല്ലാ കാര്യങ്ങളും പറയൽ. അപ്പോൾ അങ്ങനെ ചേച്ചിനോട് പറഞ്ഞു. അപ്പോഴാണ് ചേച്ചി +1 പോകുകയാണ് എന്ന് പറയുന്നത്. അതിൽ പിന്നെ ഞാൻ ചാടിപ്പുറപ്പെട്ട് 10ാം ക്ലാസ് അവിടെ തുല്യത എഴുതിയിട്ട് നമ്മൾ മമ്പാട് വെച്ച് തന്നെ, ഇപ്പോൾ ഉണ്ണിമോളൊക്കെ പഠിക്കുന്ന സ്കൂളിൽ വെച്ച് തന്നെ തുല്യത എഴുതി, 10ാം ക്ലാസ് തുല്യത എഴുതി. തിരക്കേടില്ലാത്ത മാർക്കോട് കൂടി അങ്ങോട്ട് ജയിച്ചു കിട്ടും. പിന്നെ ആ ഒരു പ്രായത്തിൽ സ്കൂൾക്ക് പോകുന്നുണ്ടല്ലോ, പഠിക്കാൻ പോകുന്നുണ്ടല്ലോ എന്നൊക്കെ കളിയാക്കലും ഒരുപാട് കേട്ടിട്ടാണ് അതും അങ്ങോട്ട് ഫുള്ളാക്കിയിട്ടോ. പിന്നെ ഭയങ്കര പൂതിയായിട്ടോ പിന്നെ പഠിക്കാനായിട്ട്. അങ്ങനെ ആ സ്കൂളിൽ തന്നെ ഞാൻ +1 അടിപൊളിയായിട്ട് പാസ്സായി. പിന്നെ ഇതാക്കി +2 പാസ്സായി. ഹ്യൂമാനിറ്റീസ് എന്ന് എടുത്തുന്നിട്ട് നല്ല ഉഷാറായിട്ട് സർട്ടിഫിക്കറ്റൊക്കെ കെട്ടി അടിപൊളിയായിട്ട് ആ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അലമാരയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ. അപ്പോൾ ഇത്രത്തോളം പറയാൻ കാരണം +2 വരെ പഠിച്ചു എന്ന്. അതെങ്ങനെ കൊണ്ടുവന്ന് കൂടി അറിയണമല്ലോ. 9ാം ക്ലാസ് പഠനം നിർത്തിയിട്ട് പിന്നെ ഈ +2ൻ്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടിയെന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടുണ്ട് ഇത്രയും തോന്നും പറഞ്ഞത്. കാരണം അതൊക്കെ ഒരു അഭിമാനമായിട്ട് തന്നെ തോന്നുന്നത്. നമ്മളെ മൂപ്പരില്ലെങ്കിൽ ചേച്ചി ഇല്ലെങ്കിലൊന്നും ഇതൊന്നും നടക്കുന്ന കേസല്ല കേട്ടോ. നമ്മളും തന്നെ ഇങ്ങനെ ഒരു കൂട്ടിലിട്ട് ക്ലീനായിരിക്കും ഇവിടെ തന്നെ കുത്തിരിക്കലുണ്ടാവുകയുള്ളൂ. ആരെങ്കിലും നമുക്കിങ്ങനെ തള്ളിയിടാനുണ്ടാവുമ്പം ഉള്ളതാണല്ലോ നമുക്കൊന്ന് പുറത്തിറങ്ങാൻ തോന്നുക. അപ്പോൾ അങ്ങനെ +2 വരെ പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ സജിതൻ്റെ ചോദ്യം എത്ര വയസ്സായി എന്നാണ്. 33 വയസ്സ് കഴിയാനായിട്ടോ. മെയ് 10ാം തീയതി വന്നാൽ 34 വയസ്സായിട്ടാണ്. പിന്നെ ഷീബാവാസുവിന് കുറേ ചോദ്യങ്ങളുണ്ട്. അതായത് നല്ലൊരു ചേച്ചിയാട്ടോ, എപ്പോഴും കമൻറ്റ് ഇടുന്ന ഒരു ചേച്ചിയാണ്. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചേച്ചീൻ്റെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർമാരെ ഒന്ന് പരിചയപ്പെടുത്തണം. 2 പെങ്ങന്മാരാണുള്ളത്.
ഒന്ന് മൂത്തതും ഒന്ന് പറ്റ ഇളയതുമാണ് ഉള്ളത്. ഓൾക്കൊക്കെ ഭയങ്കര മടിയാട്ടോ വീഡിയോയിൽ വരിക എന്ന് പറയുമ്പോൾ ഒത്തിരി ഇങ്ങനെ ഭയങ്കര മണ്ടലേക്കാരം. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കലില്ല ഓലെ കേട്ടോ. മക്കളെയും കുട്ടികളെയൊക്കെ എടുക്കുന്നല്ലാതെ ഓലൊന്നും അങ്ങനെ എടുക്കലില്ല. താല്പര്യം ഇല്ലാത്ത ഓരോരുത്തർ കൂടെ ക്യാമറ കൊണ്ടുവരരുത് എന്നുള്ളൊരു പക്ഷക്കാരത്തിയാണ് ഞാൻ. ഓരോരുത്തർക്കും ഓരോരോ സ്വഭാവമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കൈയാണെങ്കിൽ എടുക്കട്ടെ. ഈ മക്കളോടൊക്കെ എടുക്കാൻ പറയുമ്പോൾ അങ്ങനെ നിന്ന് കൊടുക്കുക എന്നല്ലാതെ ഞാൻ അങ്ങനെ പോകലില്ല വീഡിയോ എടുക്കാനായിട്ട്. തറവാട്ടിലൊക്കെ ചെന്നാലും നിങ്ങൾക്ക് അറിയുവേക്കാരല്ലേ, അങ്ങനെ താല്പര്യപ്പെടാത്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കാത്തത്. പിന്നെ ഹസ്ബൻഡിൻ്റെ മസിൽ പിടുത്തം കുറക്കാൻ പറയുന്നുണ്ട്. പൊതുവേ മൂപ്പര് അങ്ങനെയുണ്ട്, ഒരു മസിൽ പിടിച്ചുകൊണ്ടാണ്. അങ്ങനെ തന്നെയാണ് ഇവിടെ, അങ്ങനെ തന്നെ വീട്ടിലാണ് നമ്മളോടാണെങ്കിലും കുട്ടികളോടാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. വലിയ മസിൽ പിടുത്തക്കാരനാണ്, എന്നാൽ പാവാണേനും. പിന്നെ ചേച്ചി ചോദിച്ചിട്ടുണ്ടെന്ന് വേറെ പഠിക്കാനൊന്നും കോഴ്സിനൊന്നും പോകണില്ലേന്ന് ചോദിച്ചിട്ടുണ്ടെന്ന്, യൂട്യൂബും കൊണ്ട് നടക്കുകയാണോ ചോദിക്കണ്ടേന്ന്. അപ്പോൾ വേറെ ഒന്നിനും പോകാത്തതിൻ്റെ കാരണം ചോദിക്കുകയാണെങ്കിൽ ഒന്നാമത് നമ്മൾ വളച്ചുകെട്ടില്ലാത്ത കാര്യം പറയുകയാണെങ്കിൽ പൈസൻ്റെ ഇഷ്യൂ തന്നെയാണ് കേട്ടോ. കാരണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഒരാളെ മാത്രമേ പഠിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി പഠിക്കാനുള്ള ചിലവ് മൂപ്പരെ കൊണ്ട് താങ്ങൂല. അപ്പോൾ വലിയ മകൻ ഓട്ടിക്കാണ് പഠിക്കുന്നത്, ഓപ്പറേഷൻ അസിസ്റ്റൻറ്റിലാണ് പഠിക്കുന്നത്. ഓൻ തന്നെ വേണം ഒരു 30,000 റുപ്യ വേണം, ഒരു 2 കൊല്ലത്തിന് അത്ര തന്നെ വേണം. അതുകൊണ്ട് തന്നെ മാസം പൈസ കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മളെ പഠിപ്പ് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് കൊണ്ടുപോയാൽ നടക്കൂലല്ലേ. നമുക്ക് നമ്മളെ കാര്യമല്ല, മക്കളെ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് കരയെത്തിക്കാനല്ലേ നമ്മൾ നോക്കുകയുള്ളൂ. അപ്പം മക്കൾ പഠിക്കട്ടെ ഇനി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആക്കും പോലെ നമുക്ക് ഇനി സമയമുണ്ടല്ലോ, കുറേ സമയമുണ്ടല്ലോ. നമുക്ക് ഇനി കമ്പ്യൂട്ടർ പഠിക്കാനാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും പഠിക്കാനാണെങ്കിൽ മോഹം ഇല്ലാന്നില്ല കേട്ടോ. മോഹങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം മക്കളെ കാര്യങ്ങൾക്കും നോക്കണമല്ലോ. മക്കൾക്കും തന്നെ നല്ല ചിലവാണ്, ഓരോരോ കാര്യത്തിനും ഭയങ്കര ചിലവല്ല കാര്യങ്ങളാണ്. അതുകൊണ്ട് മക്കളിപ്പം തൽക്കാലം ഓല് പഠിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. ഇനി വല്ല ഫ്രീ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അങ്ങനെ പോകാം കേട്ടോ. പിന്നെ നമ്മൾ PSC എഴുതുന്നുണ്ട്, അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അല്ലാതെ ഒരു ഇഷ്ടക്കേടില്ലായിട്ടല്ല, പഠിക്കാൻ ആഗ്രഹമില്ലായിട്ടൊന്നുമല്ല. ഇപ്പം നമുക്ക് ഇതാണ് കേട്ടോ, മക്കൾ പഠിക്കട്ടെ എന്നാണ് ഇപ്പോൾ ആ ഒരു മനസ്സിലുള്ളത്. അപ്പം നമ്മൾ തന്നെ അങ്ങോട്ട് കുറച്ച് ഒതുങ്ങി കൊടുത്താലേ ഒരു സമാധാനം ഉണ്ടാകുമല്ലോ. എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിമുട്ടിച്ചാണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാല്ലൊരു ഗതികേട് എന്ന് പറയില്ല. അപ്പം അങ്ങനെയാണ് മൂപ്പര് ഓരോ കാര്യങ്ങളും കൊണ്ട് നടക്കണത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ കാര്യങ്ങളൊന്നും പറയുമ്പോൾ ഭയങ്കര ഗതികേടല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്ന് ഒതുങ്ങി ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ അല്ലാതെ ആഗ്രഹമില്ലായിട്ടൊന്നുമല്ല. പിന്നെ സുമയ്യ ഹുസൈന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടക്കം എങ്ങനെയായിരുന്നു എന്നല്ലേ. തുടക്കം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളെ കയ്യിൽ ടച്ച് ഫോണൊക്കെ കിട്ടി, നെറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അന്ന് മുതലേ നമ്മൾ യൂട്യൂബ് ഇങ്ങനെ സെർച്ച് ചെയ്യും, ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡെയിൻമേലെ വ്ളോഗ് കാര്യങ്ങൾ ഒക്കെ കാണുമ്പോൾ നല്ലൊരു പൂതിയെന്ന്, എങ്ങനെയാണ് ഇപ്പോൾ ഇതൊക്കെ ഒന്ന് തുടങ്ങാമെന്നുള്ളൊരു പൂതിയെന്ന്. അതിൻ്റെ പുറമെ ഒരു ലക്ഷങ്ങൾ വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിക്ക് ഇങ്ങനെ ചാടി വീണതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടായതാണ്. ഇപ്പോൾ ലക്ഷങ്ങൾ പോയിട്ട് ഒരു 1000 വാങ്ങാൻ തന്നെ നമ്മൾ 2-3-4 മാസം പിടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് സത്യം. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോഴാണ് ഇത് വല്ലാത്തൊരു മാറാലിയാണ് എന്ന് നമുക്ക് മനസ്സിലായത് കേട്ടോ. അതിന് മുന്നേ ഒന്നും വലിയ അന്തല്ലേന്നു, അങ്ങനെ ഒരു മുതിപ്പിൽ അങ്ങോട്ട് ചാടി വീണിട്ട് നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയില്ലതാണ്. പിന്നെ ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു കരക്കടുപ്പിക്കണമല്ലോ എന്നില്ല, ഓട്ടപ്പാച്ചിൽ തന്നെയായിരുന്നു. അങ്ങോട്ട് ഓടിയിട്ട് എങ്ങനെ ഓടിയിട്ടും അങ്ങോട്ട് ശരിയായി കിട്ടില്ലേന്ന് കേട്ടോ. പിന്നെ അങ്ങനെ 1 കൊല്ലം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് ക്ലച്ച് പിടിച്ച് റെഡി ആയിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ പുതിയാപ്പിള സപ്പോർട്ട് ഉണ്ടോ ചോദിച്ചാൽ അടിപൊളിയായിട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. തുടക്കം മുതലേ ഉണ്ടായിരുന്നു. പിന്നെ മൂപ്പർക്ക് മടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ചോദിക്കുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ മലപ്പുറംകാരല്ല, അപ്പോൾ ആ ഒരു ഭാഷയിലാണ് ഞാൻ തുടക്കം മുതലേ വർത്താനം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ കളിയാക്കുമ്പോൾ തുണക്കാരൊക്കെ പീടികയിലൊക്കെ അവിടെയൊക്കെ പോയിരിക്കുമ്പോൾ എന്താപ്പം എൻ്റെ പെണ്ണുങ്ങളൊരു വർത്താനം ആ ഒരു കേട്ട് മൂപ്പർക്ക് ഭയങ്കര ഒരു മടിയായിരുന്നു കേട്ടോ. അത് നിർത്താൻ വരെ പറഞ്ഞ ഒരാൾ തന്നെയാണ്. അതേപോലെ മക്കളും തന്നെയാണ് നല്ല വർത്താനം പറഞ്ഞുകൂടെ, കുടുംബക്കാരാണെങ്കിലും എല്ലാവരും ആണെങ്കിലും നല്ല വർത്താനം പറഞ്ഞുകൂടെ എന്നൊക്കെയാണ് ചോദ്യമൊക്കെ ചോദിച്ചെന്ന്. പക്ഷെ നമുക്ക് അതും അങ്ങോട്ട് ഒഴിവാക്കിയാൽ ചിലപ്പോൾ നമ്മളല്ലാതാകും. അതാണ്ട് അയിമ അങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ ഇതുവരെ എത്തിയത് നമ്മൾ. അപ്പോൾ മൂപ്പര് നല്ല സപ്പോർട്ടൊക്കെ തന്നെയാണ്. പിന്നെ മൂത്തത് മകനാണ് കേട്ടോ. മകന് OT പഠിക്കുന്നത്, ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റൻ്റ് ആയിട്ടാണ് പഠിക്കുന്നത്. പിന്നെ ബിന്ദു അജിത്തിന് ചോദിക്കാനുള്ളത് ഏട്ടന് മദ്യപിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പം ബിന്ദുവിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ മൂപ്പര് മദ്യപിക്കില്ല, വീഡിയോ ഒന്നും വലിക്കില്ല കേട്ടോ. അങ്ങനത്തെ പരിപാടികളൊന്നും മൂപ്പർക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സമാധാനത്തോടെ സന്തോഷത്തോടെ മുഖത്തിലെ സന്തോഷം അതിലാണ് കേട്ടോ കണ്ടെത്തുന്നത്. കാരണം ബീഡി വലിക്കുന്നതും കള്ള് കുടിക്കണമൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. കാരണം കുറേ നമ്മൾ കണ്ടും മടുത്തിട്ടാണ് ഇവിടെ എത്തിയത് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ സമാധാനം സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ പണ്ട് മുതലേ നമ്മളെ അച്ഛൻ്റെ ആ ഒരു കാലത്തിലതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൊറുതി മുട്ടിയാണ് ഒരു കണ്ണട
നടക്കാൻ വരെ ഒരു ഗതികെട്ട ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് പണ്ട്. ഇപ്പം ഏതായാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തട്ടിമുട്ടിയൊക്കെ തന്നെ പോണത്. അപ്പോൾ മൂപ്പർക്ക് അജാതി പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാക്കുന്ന സമാധാനത്തോടെ ഞങ്ങൾ പോകുന്നുണ്ട്. പിന്നെ റംഷീദ നുസ്രത്തിനൊരു ചോദ്യം ചോദിക്കാനുണ്ടോ. ചേട്ടൻ്റെ നെഗറ്റീവും പോസിറ്റീവും പറയാനാണ് ഉള്ളത്. അപ്പോൾ നെഗറ്റീവ് പറയാനാണെങ്കിൽ മൂപ്പർക്ക് താരതമ്യം കുറച്ച് കൂടുതലാണ് കേട്ടോ. ഓല അങ്ങനെ കാട്ടി, ഇബൽ ഇങ്ങനെ കാട്ടി, മറ്റേത് ഇങ്ങനെ കാട്ടിയാൽ മറിച്ചത് അങ്ങനെ കാട്ടി, അങ്ങനെ ഒരു താരതമ്യം മൂപ്പർക്ക് കൂടുതലാണ്. അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാനത് പറഞ്ഞിട്ടും എനിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം. പിന്നെ അതാ പോസിറ്റീവ് പറയുകയാണെങ്കിൽ അപ്പോൾ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. എന്ത് കാര്യമാണെങ്കിലും നല്ലൊരു കാര്യമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇജെടുത്തോ ഞാനുണ്ടോ ഒപ്പം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ കുട്ടികളാണെങ്കിൽ ഇനി വേറെ പുറത്തുനിന്ന് ആരാണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒരു കൈ ബാക്കിലുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തോടു കൂടി നമുക്ക് നടക്കാൻ പഠിപ്പിക്കില്ല. അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. അതുകൊണ്ട് ആ ഒരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ താങ്ങാൻ ആളുണ്ടാകുമ്പോഴേ തളർച്ച ഉണ്ടാകുള്ളൂ എന്ന് പറയുന്നിട്ടില്ല. അമ്മ അതിരിയാണ്. അപ്പം അമ്മ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ മൂപ്പരും കൂടിയാണ് ആ താങ്ങി നിർത്തുന്ന രണ്ടാൾക്കാർ കേട്ടോ. പിന്നെ നമ്മളെ മക്കളും അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ താഴത്ത് കൂടിയാണുള്ളത്. പിന്നെ മകളെ എന്താക്കാൻ ആഗ്രഹം ചോദിക്കുന്നുണ്ട്. മക്കൾ ഇതാക്കണ അന്നാഗ്രഹമൊന്നുമില്ല. ആദ്യം നമുക്ക് നേഴ്സായാൽ നല്ല പൂതി ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഒരു പൂതി ഉണ്ടായിരുന്നു നേഴ്സാകാനായിട്ട്. അത് ഏതായാലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മക്കളെ നാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടക്കുമെന്നറിയില്ല. മക്കൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കട്ടെ. പിന്നെ അതാ കെട്ടിച്ച് വിടാല്ല പ്രായം ചോദിക്കുകയാണെങ്കിൽ ഓൾ ഇപ്പോൾ അതാ 10ാം ക്ലാസ് ആയിട്ടുള്ളൂ. ഇനി +2 2 കൊല്ലമുണ്ട്. പിന്നെ ഡിഗ്രി ഇൻഷാല്ലാ ഡിഗ്രി കിട്ടുകയാണെങ്കിൽ ഡിഗ്രിക്ക് പോകണം എന്നറിയുന്നുണ്ട്. പിന്നെ ഓൾ എന്തൊക്കെയോ പ്രോഗ്രാമുകൾ ഉണ്ട് നോക്കുക. അപ്പോൾ അതൊക്കെ കഴിയട്ടെ. ഏതായാലും നമ്മളെ കെട്ടിച്ച ആ ഒരു പ്രായത്തിലൊന്നും മക്കളെ കെട്ടിക്കാൻ ഉദ്ദേശിക്കണേ ഇല്ല. ഓലിതാ പഠിച്ചത് ഓല് പാറി പറക്കട്ടെ. നമുക്ക് കിട്ടാത്ത എന്തൊക്കെയോ സൗകര്യങ്ങൾ ഓൾക്കുണ്ടല്ലോ, പറക്കട്ടെ ഓലങ്ങോട്ട്. മെല്ലെ ആ മേലത്തെ മാത്രം കുടിച്ചാൽ മതി. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അതൊന്ന് കൊഞ്ഞ കാട്ടിക്ക തിന്നിട്ട് കടന്നിറങ്ങ കങ്ങാങ്ങാം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. നിങ്ങളുടെ ക്യാൻറ്റീൻ ചേട്ട ക്യാൻറ്റീൻ ആണല്ലോ മോളെ. നമുക്ക് ആര്യൻ്റെ വീട്ടിലെ ന്യൂ ഇയർ പാർട്ടി ഒന്ന് പോയി നോക്കാം. ഹാപ്പി വേദ പറഞ്ഞു ആര്യൻ്റെ വീട്ടില് ക്യാൻറ്റീൻ. മോളെ എനിക്ക് വയ്യ. എന്താണ് കളർ വെള്ളമൊക്കെ കളർ വെള്ളമൊക്കെ ഉണ്ടല്ലോ. കൂട്ടാപ്പിയ അവിടെ നൂഡിൽസും ഫിഷും കേക്കും ക്യാൻഡിൽ ലൈറ്റ് ഇതാക്കണം. ഭയങ്കരമായിട്ട് കത്തലട ചിരട്ടയിലാണ്. അപ്പോൾ ഞങ്ങൾ ചെറിയ നൂഡിൽസ് പരിപാടി, ഞങ്ങളെ ന്യൂ ഇയർ പാർട്ടിയാണ്. ആര്യൻ്റെ വീട്ടിലെ നൂഡിൽസ് പാർട്ടി. അല്ല പിന്നെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ക്യൂവാനെന്ന് ഒരുപാട് എന്തൊക്കെയോ പറഞ്ഞൊരു സന്തോഷം ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ചോദ്യത്തിലുള്ള മറുപടിയൊക്കെ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇത് ഞങ്ങളെ തലേന്നത്തെ പരിപാടികളാട്ടോ കുറച്ച്. അപ്പോൾ അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്തോളൂ കേട്ടോ. ഞാൻ നാളെ വരാം. ബൈ ബൈ.